+1 കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 2 അതിലെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ ഡിസ്കവറി ഓഫ് സബറ്റോമിക് പാർട്ടിക്കിൾസ്. ഏതൊക്കെയാണ് സബറ്റോമിക് പാർട്ടിക്കിൾസ്? പ്രോട്ടോൺ, ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രോൺ. അപ്പോൾ ഇതിൽ തന്നെ ഇലക്ട്രോണിൻ്റെ ഡിസ്കവറിക്ക് കാരണമായിട്ടുള്ള എക്സ്പെരിമെൻ്റ് ഉണ്ട്. ആ എക്സ്പെരിമെൻ്റാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആ എക്സ്പെരിമെൻറ്റിൻ്റെ പേരാണ് കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെൻറ്റ്. ഇത് എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്ത സയൻറ്റിസ്റ്റാണ് ജെ തോംസൺ. ഈ എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടുള്ള ട്യൂബ്, ആ ട്യൂബിന് നമ്മൾ പറയുന്ന പേരാണ് ഡിസ്ചാർജ് ട്യൂബ്. The electron was discovered by J. Thomson by passing electricity through gases at extremely low in discharge tube. ഈ എക്സ്പെരിമെൻ്റ് ജെ തോംസൺ കണ്ടക്ട് ചെയ്ത ട്യൂബിൻ്റെ പേരാണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് ഇയാൾ ഡിസ്ചാർജ് ട്യൂബിൽ ഗ്യാസസ് ഫില്ല് ചെയ്തു. ഗ്യാസ് ഫില്ല് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു. അപ്പോൾ ഈ പിക്ചറിൽ നിങ്ങൾ കാണുന്നതാണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്, കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഈ ഡിസ്ചാർജ് ട്യൂബിനുള്ളിൽ ഗ്യാസസ് ഫില്ല് ചെയ്തു. ഗ്യാസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു. അങ്ങനെയാണ് ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത്. ഇനി ഈ ഡിസ്ചാർജ് ട്യൂബിന് വേറൊരു പേരാണ് ക്രൂക്സ് ട്യൂബ് എന്ന് നമ്മൾ പറയും. ഇതിൻ്റെ ഒരു ജനറൽ സ്ട്രക്ചർ പറഞ്ഞാൽ ഒരു സിലിണ്ടറിക്കൽ ഗ്ലാസ് ട്യൂബ്. നിങ്ങൾ പിക്ചറിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു സിലിണ്ടറിൻ്റെ ഷേപ്പിലുള്ളൊരു ഗ്ലാസ് ട്യൂബാണ്. എബൌട്ട് 50 സെൻറ്റിമീറ്റർ ലോങ് ആൻഡ് ക്ലോസ്ഡ് അറ്റ് ബോത്ത് എൻഡ്സ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും ക്ലോസ് ആണ്. ഇതിലേക്ക് നോക്കിയാൽ കാണാം, ഇതാണ് ഈ രണ്ട് സൈഡും ക്ലോസ് ആണ്. ഇനി ഇറ്റ് ഈസ് ഫിറ്റഡ് വിത്ത് 2 മെറ്റാലിക് ഇലക്ട്രോഡ്സ്. ഇപ്പോൾ 2 ഇലക്ട്രോഡുകളുണ്ട്. ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് ഒരു ഇലക്ട്രോഡ്, ഇത് ഒരു ഇലക്ട്രോഡ്. സെക്കൻഡ് ഇലക്ട്രോഡാണ് ഈ റെഡ് കളറിൽ കാണുന്നത്. ഇത് 2 മെറ്റൽ ഇലക്ട്രോഡുകളാണ്. ആൻഡ് ദേ ആർ കണക്റ്റഡ് ടു എ സോഴ്സ് ഓഫ് ഹൈ വോൾട്ടേജ്. ഈ ഇലക്ട്രോഡുകൾ രണ്ടും ഒരു ഹൈ വോൾട്ടേജിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി ദ ട്യൂബ് ഈസ് കണക്റ്റഡ് ടു എ സൈഡ് ട്യൂബ്. ഇതൊരു സൈഡ് ട്യൂബിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അത് വാക്യൂം പമ്പാണ്. ഇപ്പോൾ വാക്യൂം പമ്പ് കണക്ട് ചെയ്തത് കാരണം നമുക്ക് ഈ ട്യൂബിനുള്ളിലുള്ള ഗ്യാസസിൻ്റെ പ്രഷർ ഡിക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്യാസ് ഇതിൽ നിന്ന് പമ്പ് ചെയ്ത് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ പമ്പ് ചെയ്ത് പുറത്തേക്ക് എടുക്കുമ്പോൾ അത് ഇവാക്യുവേറ്റ് ചെയ്യും, അത് വാക്യൂമായി തീരും. അങ്ങനെ വരുമ്പോൾ ഇതിലുള്ള ഗ്യാസിൻ്റെ പ്രഷർ നമുക്ക് ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പറ്റും. അതാണ് നമ്മൾ വാക്യൂം പമ്പ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്ചാർജ് ട്യൂബിൻ്റെ സെറ്റപ്പ്. ഡിസ്ചാർജ് ട്യൂബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിലിണ്ടറിക്കൽ ഗ്ലാസ് ട്യൂബാണ്. 50 സെൻറ്റിമീറ്റർ ലോങ് ഉണ്ട്. പിന്നെ അതിൽ 2 ഇലക്ട്രോഡുകൾ കണക്ട് ചെയ്തിരിക്കുന്നു. അത് 2 മെറ്റൽ ഇലക്ട്രോഡുകളാണ്. ഒന്ന് കാഥോഡ്, രണ്ടാമത്തേത് ആനോഡ്. കാഥോഡിന് നെഗറ്റീവ് ചാർജും ആനോഡിന് പോസിറ്റീവ് ചാർജും. ഇനി ഈ 2 ഇലക്ട്രോഡ്സും ഒരു ഹൈ വോൾട്ടേജ് കിട്ടാനുള്ള ഇലക്ട്രിസിറ്റിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഒരു സൈഡ് ട്യൂബുണ്ട്, അത് വാക്യൂം പമ്പിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. വാക്യൂം പമ്പിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിനുള്ളിൽ പ്രഷർ ഡിക്രീസ് ചെയ്യാനാണ്. അതായത് ഇതിനുള്ളിലുള്ള ഗ്യാസ് നമുക്ക് പമ്പ് ചെയ്ത് കളയാൻ പറ്റും. സോ ദാറ്റ് വി ക്യാൻ ഡിക്രീസ് ദി പ്രഷർ. ഇനി ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ ഈ ട്യൂബിനുള്ളിൽ ഒരു ഗ്യാസ് ഫില്ല് ചെയ്യും. ഗ്യാസ് ഫില്ല് ചെയ്തിട്ടാണ് എക്സ്പെരിമെൻറ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ചാർജ് ട്യൂബ് അവർ ഒരു ഗ്യാസ് ഫില്ല് ചെയ്തു. ഏത് ഗ്യാസാണോ അവർ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഗ്യാസ് അവർ ഫില്ല് ചെയ്ത് കൊടുക്കും. ഇനി നോർമൽ പ്രഷറിലാണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്ചാർജ് ട്യൂബിൽ പ്രത്യേകിച്ചൊന്നും നടക്കത്തില്ല. അതാണ് ഫസ്റ്റ് തിക്ക് മനസ്സിലാകേണ്ടത്. വെൻ ദ ഡിസ്ചാർജ് ട്യൂബ്, ഈ പോയിന്റാണ് ഞാൻ വായിക്കുന്നത്, വെൻ ദ ഡിസ്ചാർജ് ട്യൂബ് കണ്ടെയ്ൻസ് എനി ഗ്യാസ് അറ്റ് നോർമൽ പ്രഷർ നത്തിങ് ഈസ് ഒബ്സർവ്ഡ് ഈവൻ ബൈ അപ്ലൈ ഹൈ വോൾട്ടേജ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ ഒരു ഗ്യാസ് ഫില്ല് ചെയ്തു. ഗ്യാസ് ഫില്ല് ചെയ്തിട്ട് നല്ല ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു. ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു. പക്ഷേ അത് പ്രഷർ നോർമലാണ്. നോർമൽ പ്രഷറിൽ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ഗ്യാസ് റിമെയിൻസ് നോൺ കണ്ടക്റ്റിംഗ്. ഗ്യാസ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല. ഇനി സെക്കൻഡ് ചെയ്യുന്നത്, ദ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻസൈഡ് ദ ട്യൂബ് ഈസ് ഡിക്രീസ്ഡ് ബൈ പമ്പിംഗ് ഔട്ട് ദ ഗ്യാസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാക്യൂം പമ്പ്. അപ്പോൾ വാക്യൂം പമ്പ് വെച്ചിട്ട് രണ്ടാമത് ഇവർ ഈ ഗ്യാസിൻ്റെ പ്രഷർ ഡിക്രീസ് ചെയ്യണം. ഗ്യാസ് പമ്പ് ഔട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഗ്യാസിൻ്റെ പ്രഷർ ഡിക്രീസ് ചെയ്യാനായിട്ട് വാക്യൂം പമ്പ് യൂസ് ചെയ്തു. എന്നിട്ട് പ്രഷർ ഏകദേശം ഇവർ 10 to 2 അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അല്ലെങ്കിൽ 1 millimeter to 10 millimeters ഓഫ് മെർക്കുറി, ഇങ്ങനെ പ്രഷർ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദ ഗ്യാസ് ബിക്കംസ് കണ്ടക്റ്റിംഗ്. ഗ്യാസ് കണ്ടക്ട് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള എബിലിറ്റി കിട്ടി. ആൻഡ് ലൈറ്റ് ഈസ് എമിറ്റഡ് ഇൻ ദ ട്യൂബ്. ഇതാണ് ഫസ്റ്റത്തെ ഒബ്സർവേഷൻ. ഗ്യാസ് പ്രഷർ 1 millimeter to 10 millimeters ഓഫ് മെർക്കുറി ആയിട്ട് ഡിക്രീസ് ചെയ്തു. ഡിക്രീസ് ചെയ്ത സമയത്ത് ഈ ഗ്യാസ്
കണ്ടക്റ്റിംഗ് നേച്ചറായി തീർന്നു. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന നേച്ചറായിട്ട് മാറി. അതോടൊപ്പം തന്നെ ഒരു ലൈറ്റ് എമിറ്റ് ചെയ്തു. അപ്പോൾ ഇതൊരു നല്ലൊരു ഒബ്സർവേഷനാണ്. ഇനിയും പ്രഷർ കുറച്ചും കൂടെ റെഡ്യൂസ് ചെയ്തു. ഫർദർ പ്രഷർ ഈസ് റെഡ്യൂസ് ടു 0.01 millimeters ഓഫ് മെർക്കുറി. കുറച്ചുകൂടി പ്രഷർ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴോ ദ ഗ്ലോ ഓഫ് ലൈറ്റ് ഈസ് സ്റ്റോപ്ഡ്. ലൈറ്റ് സ്റ്റോപ്പ് ചെയ്തു. ആ ലൈറ്റിൽ തിളങ്ങുന്ന അത് നിർത്തി. പകരം ബട്ട് ഗ്യാസ് കണ്ടിന്യൂസ് ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി. പക്ഷേ ഗ്യാസ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ദ ഗ്ലാസ് ട്യൂബ് അറ്റ് ദി ആനോഡ് ബിഗിൻസ് ടു ഗ്ലോ വിത്ത് എ ഫെയിൻറ്റ് ഗ്രീനിഷ് ലൈറ്റ്. അതായത് ആനോഡ് സൈഡിലുള്ള ഗ്ലാസ് ട്യൂബ് ഗ്ലോ ചെയ്യാൻ തുടങ്ങി. എന്ത് കളറായിട്ട്? ഒരു ഫെയിൻറ്റ് ഗ്രീനിഷ് ലൈറ്റ് വന്ന് ഈ ആനോഡ് സൈഡിൽ ഇതാണ് ആനോഡ് സൈഡ്. ഈ ആനോഡ് സൈഡിൽ ഇവിടെ ഒരു ഫെയിൻറ്റ് ഗ്രീൻ ലൈറ്റ് വെച്ചിട്ട് ഇത് ഗ്ലോ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ പ്രഷർ 0.01 millimeters ഓഫ് മെർക്കുറിയിൽ റെഡ്യൂസ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഗ്ലോ ഓഫ് ലൈറ്റ് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ഗ്യാസ് കണ്ടിന്യൂസ് ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ആനോഡ് സൈഡിൽ ഒരു ഗ്രീനിഷ് ഫെയിൻറ്റ്, അതായത് ഒരു വളരെ ലൈറ്റായിട്ട് ഒരു ഗ്രീനിഷ് ലൈറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തു. Then it is discovered that some rays are emitted from the cathode and move towards anode in the form of light. അപ്പോൾ അവർ കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില റേസ് കാഥോഡിൽ നിന്ന് എമിറ്റ് ചെയ്യുന്നു. ഇതാണ് കാഥോഡ്. ഈ കാഥോഡിൽ നിന്ന് ചില റേസ് ഇങ്ങനെ എമിറ്റ് ചെയ്യുന്നു. ചില റേസ് എമിറ്റ് ചെയ്തിട്ട് ഇറ്റ് മൂവ് ടുവേർഡ്സ് ദി ആനോഡ്. ആനോഡിൻ്റെ സൈഡിലേക്ക് അത് മൂവ് ചെയ്യുന്നു ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് പോലെ അത് മൂവ് ചെയ്യുന്നു. ലൈറ്റ് റേസ് പോകുന്ന പോലെ ചില റേസ് കാഥോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, ഫർദർ ടു സ്റ്റഡി എ ഹോൾ വാസ് മെയ്ഡ് ഇൻ ദി ആനോഡ് ആൻഡ് ഫ്ലൂറസെന്റ് മെറ്റീരിയൽ ലൈക്ക് സിങ്ക് സൾഫൈഡ് വാസ് കോട്ടഡ്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഈ റേസിനെ സ്റ്റഡി ചെയ്യാനായിട്ട് ഇവർ ആനോഡ് സൈഡിലൊരു ഹോൾ ഉണ്ടാക്കി. അതായത് ആനോഡ് സൈഡ്, ഇതാണ് ആനോഡ്. അപ്പം ഞാൻ രണ്ടാമത്തെ പിക്ചറിലേക്ക് നോക്കൂ. ആനോഡ് സൈഡിലൂടെ ഒരു ഹോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു ഫ്ലൂറസെന്റ് മെറ്റീരിയൽ ഒരു കോട്ട് ചെയ്തു. ഫ്ലൂറസെന്റ് മെറ്റീരിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലൈറ്റൊക്കെ വന്ന് വീഴുമ്പോൾ ആ ഭാഗം തിളങ്ങും, അതൊരു നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്ലൂറസെന്റ് മെറ്റീരിയൽ കോട്ട് ചെയ്തു. സിങ്ക് സൾഫൈഡ് ആണ് ഇവിടെ കോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ കാഥോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത റേസ് ഈ ആനോഡിൽ വന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് ആനോഡിലൂടെ പോയിട്ട് നമ്മുടെ ഈ ഫ്ലൂറസെന്റ് മെറ്റീരിയൽ വന്ന് സ്ട്രൈക്ക് ചെയ്യും. അപ്പം ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ബ്രൈറ്റ് സ്പോട്ട് ഡെവലപ്പ് ചെയ്തു. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഒരു ബ്രൈറ്റ് സ്പോട്ട് കിട്ടി. അപ്പം നമുക്ക് കുറച്ചുകൂടി ഈ റേസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തത്. എന്താണ് ചെയ്തത്? ആനോഡ് സൈഡിലൊരു ഹോൾ ഉണ്ടാക്കി കുറച്ച് ഫ്ലൂറസെന്റ് മെറ്റീരിയൽ, സിങ്ക് സൾഫൈഡ് പോലുള്ളൊരു ഫ്ലൂറസെന്റ് മെറ്റീരിയൽ അവിടെ കോട്ട് ചെയ്തു. അങ്ങനെ ചെയ്തത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് റേസ് വന്ന് പതിക്കുമ്പോൾ അവിടെ കുറച്ച് തിളങ്ങും, ആ ഭാഗം കുറച്ച് ബ്രൈറ്റ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫ്ലൂറസെന്റ് മെറ്റീരിയൽ കോട്ട് ചെയ്തതിന് ശേഷം നോക്കിയപ്പോൾ അവിടെ ഒരു ബ്രൈറ്റ് സ്പോട്ട് കിട്ടി. ഓക്കെ, ഇനി ഈ റേസ് കാഥോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടിട്ട് ഈ റേസിനെ നമ്മൾ കാഥോഡ് റേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാഥോഡ് റേ പാർട്ടിക്കിൾസ് എന്ന് പറയും. ഓക്കെ, സിൻസ് ദീസ് റേസ് ആർ ഒറിജിനേറ്റിംഗ് ഫ്രം കാഥോഡ്, the rays were called a cathode rays or cathode ray particles. ഇതാണ് നമ്മുടെ കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെൻറ്റ്. ഓക്കെ, അപ്പോൾ കാഥോഡ് റേ ട്യൂബ് എന്താണെന്ന് പറഞ്ഞു. ഇനി അതിൽ ഗ്യാസ് അപ്ലൈ ചെയ്യണം. ഗ്യാസ് അപ്ലൈ ചെയ്തിട്ട് പ്രഷർ ലോ ആക്കി കൊണ്ടുവരണം. അപ്പോൾ 0.01 millimeters ഓഫ് മെർക്കുറി പ്രഷറിൽ ലോ ആക്കുമ്പോഴാണ് നമുക്കൊരു ഗ്ലോ ഓഫ് ലൈറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് അത് കണ്ടിന്യൂ ചെയ്യും. എന്നിട്ട് ആനോഡിൽ ഒരു ഫെയിൻറ്റ് ഗ്രീനിഷ് ലൈറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ ഫർദർ സ്റ്റഡി ചെയ്യാനായിട്ട് നമ്മൾ ആനോഡ് സൈഡിൽ ഒരു ഹോൾ ഉണ്ടാക്കി കുറച്ച് ഫ്ലൂറസെന്റ് മെറ്റീരിയൽ അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്കൊരു ബ്രൈറ്റ് സ്പോട്ട് കിട്ടി. അങ്ങനെ നമ്മളൊരു ലൈറ്റ് റേസ് കാഥോഡിൽ നിന്ന് കുറച്ച് ടൈപ്സ് ഓഫ് റേസ് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ കാഥോഡിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ റേസിനെ കാഥോഡ് റേസ് അല്ലെങ്കിൽ കാഥോഡ് റേ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ കാഥോഡ് റേ properties of cathode rays. Okay, first property എന്താണ്? cathode rays start from cathode and move towards anode. കാഥോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ കാഥോഡ് റേ എന്ന് പറയുന്നത്. whenever an object is placed inside the tube, it produces shadow on the wall, which means that cathode rays travel in straight line. അത് നമ്മൾ ലൈറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് നമ്മൾ ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനിൽ പാസ് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്, റെക്ടിലീനിയർ പ്രൊപ്പഗേഷൻ.
ഇപ്പോൾ ലൈറ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷാഡോ ഫോം ചെയ്യും. ഓക്കെ, അതായത് ലൈറ്റ് അവിടെ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു, ബാക്കിലേക്ക് പോകും അത്, അപ്പോൾ അവിടെ ഷാഡോ ഫോം ചെയ്യും. അത് റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ ആണ്. അതേ സെയിം പ്രോപ്പർട്ടി കാഥോഡ് റേസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഈ കാഥോഡ് റേ ട്യൂബിനുള്ളിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഷാഡോ വരുന്നുണ്ട്. അതിനർത്ഥം കാഥോഡ് റേ ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ഇനി രണ്ടാമത്തേത്, ദീസ് ആർ ഇൻവിസിബിൾ റേസ്. ഓക്കെ, ബട്ട് ക്യാൻ ബി ഒബ്സർവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫ്ലൂറസെന്റ് മെറ്റീരിയൽ. ഇത് നമുക്ക് നമ്മൾ സാധാരണ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, ഇൻവിസിബിൾ ആണ്. പക്ഷെ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആനോഡിൻ്റെ സൈഡിൽ ഒരു ഫ്ലൂറസെന്റ് മെറ്റീരിയൽ കോട്ട് ചെയ്ത് കൊടുത്തത്. സോ വിച്ച് ഗ്ലോ വെൻ ഹിറ്റ് ദം. അപ്പോൾ ഈ ആനോഡ് റേസ് ആ ഫ്ലൂറസെന്റ് മെറ്റീരിയൽ ചെന്ന് തട്ടിക്കഴിയുമ്പോൾ ആ ഭാഗം നന്നായിട്ട് ഗ്ലോ ചെയ്യും. ഇനി കാഥോഡ് റേസ് പ്രൊഡ്യൂസ് മെക്കാനിക്കൽ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് ഒരു പാഡൽ വീൽ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാഡൽ വീല് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അതിനർത്ഥം കാഥോഡ് റേസിന് മെക്കാനിക്കൽ ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ദീസ് റേസ് ട്രാവൽ ഇൻ സ്ട്രൈറ്റ് ലൈൻസ്. അപ്പം നമ്മൾ ഈ കാഥോഡ് റേ ട്യൂബിനുള്ളിൽ പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ ഫീൽഡോ അല്ലെങ്കിൽ മെക്കാനിക്കൽ മാഗ്നറ്റിക് ഫീൽഡോ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ലൈൻസ് ഈ കാഥോഡ് റേസ് സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും പാസ് ചെയ്യുന്നത്. ഇനി ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ എന്ത് പറ്റും? വെൻ ടു ഇലക്ട്രിക് പ്ലേറ്റ്സ് ഓഫ് ഓപ്പോസിറ്റ് ചാർജസ് ആർ പ്ലേസ്ഡ് ഇൻസൈഡ് ദ ട്യൂബ്. ഒരു ഇലക്ട്രിക് പ്ലേറ്റ് നമ്മൾ വെക്കുന്നു, ഓപ്പോസിറ്റ് ചാർജുള്ള ഇലക്ട്രിക് പ്ലേറ്റ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാഥോഡ് റേസ് ആർ റിഫ്ലെക്റ്റഡ് ടുവേർഡ്സ് ദി പോസിറ്റീവ്ലി ചാർജഡ് പ്ലേറ്റ്. അപ്പോൾ എന്ത് പറഞ്ഞു? ഒരു നെഗറ്റീവ് ചാർജും ഒരു പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാഥോഡ് റേസ് പോസിറ്റീവ് ചാർജുകൾ ഡിഫ്ലക്റ്റ് ചെയ്ത് പോകും എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകും. പോസിറ്റീവ് ചാർജിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുക എന്താ ഉദ്ദേശിക്കുന്നത്? ഡിഫ്ലക്റ്റ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് എന്താണ്? കാഥോഡ് റേസ് ക്യാരി നെഗറ്റീവ് ചാർജ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോൺസ് എന്ന പേര് കൊടുത്തത്. ഓക്കെ, സോ ഒരു ഇലക്ട്രിക്കൽ പ്ലേറ്റ് വെച്ചു, ബോത്ത് ആർ ഹാവിങ് ഓപ്പോസിറ്റ് ചാർജ്. ഓക്കെ, അപ്പോൾ കാഥോഡ് റേസ് ആർ റിഫ്ലെക്റ്റഡ് ടുവേർഡ്സ് ദി പോസിറ്റീവ്ലി ചാർജ് പ്ലേറ്റ്. സെയിം ചാർജ് ഇപ്പോൾ നെഗറ്റീവ് ചാർജിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ റിപ്പിൽ ചെയ്യും. ഡിഫ്ലക്റ്റ് ചെയ്യുന്ന എങ്ങോട്ടാണ്? പോസിറ്റീവ് ചാർജിലേക്കാണ്. വിച്ച് മീൻസ് ദാറ്റ് കാഥോഡ് റേസ് ക്യാരി നെഗറ്റീവ് ചാർജ്. അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോൺസ് എന്ന പേര് കൊടുത്തത്. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേസ് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ നേച്ചർ ഓഫ് ദി ഇലക്ട്രോഡ്. ഈ ട്യൂബിനുള്ളിൽ ഇലക്ട്രോഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസിന്. അതുപോലെ തന്നെ നേച്ചർ ഓഫ് ദ ഗ്യാസ് ഇൻ ദ ഡിസ്ചാർജ് ട്യൂബിൻ്റെ ഉള്ളിലെ ഗ്യാസിൻ്റെ നേച്ചറുമായിട്ടും യാതൊരു ബന്ധമില്ല. ഏത് തരത്തിലുള്ള ഗ്യാസ് എന്നുള്ളത് അവിടെ വിഷയമല്ല. ദിസ് മീൻസ് ദാറ്റ് ഇലക്ട്രോൺസ് ആർ ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഓഫ് ഓൾ ഐറ്റംസ്. അതായത് നമ്മളിപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്യാസസ് എടുത്താലും സെയിം കൈൻഡ് ഓഫ് പ്രോപ്പർട്ടീസാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, നമ്മൾ ഡിസ്ചാർജ് ട്യൂബിൽ വെച്ചിരിക്കുന്ന ഇലക്ട്രോഡിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ ഡിസ്ചാർജ് ട്യൂബിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്ത ഗ്യാസസിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞത്, അതായത് ഈ നെഗറ്റീവ്ലി ചാർജഡ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എല്ലാ ആറ്റങ്ങളുടെയും ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ്. ദെൻ കാഥോഡ് റേസ് പ്രൊഡ്യൂസിങ് ഹീറ്റിംഗ് ഇഫക്റ്റ്. കാഥോഡ് റേസ് നമ്മൾ ഒരു ഏതെങ്കിലും ഒരു മെറ്റൽ ഫോയിൽ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മെറ്റൽ ഫോയിൽ ഹീറ്റ് ചെയ്യുന്നു. അതിനർത്ഥം കാഥോഡ് റേസിന് ഹീറ്റിംഗ് ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ കാഥോഡ് റേസ് പ്രൊഡ്യൂസ് എക്സ്റേസ് വെൻ സ്ട്രൈക്ക് അഗൻസ്റ്റ് ഹാർഡ് മെറ്റൽ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹാർഡ് മെറ്റൽസ്, ടങ്സ്റ്റൺ അല്ലെങ്കിൽ കോപ്പർ പോലുള്ള ഹാർഡ് മെറ്റൽസ് നമ്മൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാഥോഡ് റേസ് അതിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ എട്ടാമത്തെ പ്രോപ്പർട്ടിയാണ് കാഥോഡ് റേസ് പെനിട്രേറ്റ് ത്രൂ തിൻ ഷീറ്റ്സ് ഓഫ് അലൂമിനിയം ആൻഡ് അതർ മെറ്റൽസ്. അതായത് പെനിട്രേറ്റ് ചെയ്ത് പോകാൻ പറ്റും. അതിന് മുന്നിലുള്ള ഒബ്ജക്റ്റുകളിലെ മെറ്റൽസ്, അലൂമിനിയം പോലുള്ള മെറ്റൽസിനെല്ലാം തുളച്ച് കയറി അപ്പുറത്തേക്ക് പോകാനുള്ള എബിലിറ്റി ഉണ്ട് കാഥോഡ് റേസിന്. അപ്പോൾ 8 പ്രോപ്പർട്ടി നമ്മൾ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി സമ്മറൈസ് ചെയ്ത് പറയാം. കാഥോഡ് റേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാഥോഡിൽ നിന്നാണ് ആൻഡ് ഇറ്റ് മൂവ് ടുവേർഡ്സ് ദി ആനോഡ്. അതുകൊണ്ടാണ് കാഥോഡ് റേസ് എന്ന് പറയുന്നത്. പിന്നെ അതിന് മുന്നിൽ ഏതെങ്കിലും നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഷാഡോ ഫോം ചെയ്യും. അതിൻ്റെ അർത്ഥം അതിന് സ്ട്രെയിറ്റ് ലൈനിലാണ് ഈ കാഥോഡ് റേസ് ട്രാവൽ ചെയ്യുന്നത്. രണ്ടാമത്തേത് ഇൻവിസിബിൾ ആണ്, നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളൊരു ഫ്ലൂറസെൻറ്റ് മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ദെൻ കാഥോഡ് റേസിന് മെക്കാനിക്കൽ ഇഫക്റ്റ് ഉണ്ട്. അതായത് ഒരു ചെറിയ പാഡൽ വീൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറങ്ങും. അതിനർത്ഥം അതിന് മെക്കാനിക്കൽ ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ റേസ് സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. ദെൻ ഇലക്ട്രിക് ഫീൽഡ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
പോസിറ്റീവ് ചാർജ് സൈഡിലേക്ക് അത് ഡിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അതിനർത്ഥം കാഥോഡ് റേസിന് നെഗറ്റീവ് ചാർജാണ്. ദെൻ കാഥോഡ് റേസ് നമ്മൾ ഡിസ്ചാർജ് ട്യൂബിൽ വെച്ചിരിക്കുന്ന ഇലക്ട്രോഡുകളെയോ അതിനുള്ളിൽ അല്ലെങ്കിൽ ഫില്ല് ചെയ്തിരിക്കുന്ന ഗ്യാസിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സബ്സ്റ്റൻസിനും ഏത് ടൈപ്പ് ഗ്യാസ് വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ് ഈ കാഥോഡ് റേസ്. അതായത് ഇലക്ട്രോൺസ് ആണ് ആറ്റത്തിൻ്റെ ഒരു ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. ദെൻ കാഥോഡ് റേസിന് ഹീറ്റിംഗ് ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. മെറ്റൽ ഫോയിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെറ്റൽ ഫോയിൽ ഹീറ്റ് ആകും. ദെൻ അത് ഹാർഡ് മെറ്റലിന് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ കാഥോഡ് റേസിന് പെനിട്രേറ്റിംഗ് പവറുണ്ട്. അലുമിനിയം പോലുള്ള മെറ്റൽസ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പെനിട്രേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇതാണ് നമ്മളുടെ കാഥോഡ് റേ എക്സ്പെരിമെൻറ്റും അതുപോലെ തന്നെ കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസ്. താങ്ക് യു ചിൽഡ്രൻ.